അപ്പോൾ യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരുടെ പേരുകളാണ് നമ്മൾ വായിച്ചത്. ആ യേശു കർത്താവ് കൊടുത്ത കൽപ്പന പ്രകാരം സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ളതാണ് യേശുവിന്റെ പ്രധാനപ്പെട്ട കൽപ്പനയായിട്ട് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിലുള്ളത്. അപ്പോൾ എങ്ങനെ ശിഷ്യനായിട്ട് തീരാം, എങ്ങനെ ആ ബന്ധത്തിലേക്ക് ഓരോരുത്തർക്കും കടന്നു വരാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനം ശ്രദ്ധിക്കുമ്പോൾ സകലതും ക്രമമായും ഉചിതമായും നടക്കട്ടെ എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനം പലരും ബൈബിൾ വായിക്കുന്ന രീതികൾ പല രീതിയിലായിരിക്കാം. ബൈബിൾ എടുത്ത് കിട്ടുന്ന ഭാഗം എടുത്ത് വായിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ചു, ഇടപെട്ടു, എനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചു, അതൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കോഴ്സായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത് പഠിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ക്രമമായിട്ട് പഠിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് ചില അതിലെ ഇട്ടിട്ടുണ്ട് പേരുകളൊക്കെ, വചനങ്ങൾ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ദൈവവചനം ക്രമമായി പഠിക്കുമ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പ്രയോജനം ഉണ്ടായിരിക്കും. അതിനെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ക്ലാസ്സിലിരിക്കുക പഠിക്കുക എന്ന് പറയുമ്പോൾ പല പ്രായത്തിലുള്ളവരെ പല രീതിയിൽ പല സാഹചര്യത്തിലിരിക്കുമ്പോൾ അതിന് ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. എന്നാൽ നമ്മുടെ 1-2 ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്ന അനുഭവം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും, അതിൽ സംശയമില്ല. എന്നാൽ ആദ്യത്തെ ക്ലാസ്സുകൾ നമുക്ക് അതിന്റെ പരിചയപ്പെടലിന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ യേശു കർത്താവിന്റെ ശിഷ്യന്മാർ ചെയ്ത കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ ആയിട്ട് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലെ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിട്ട് എപ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, എങ്ങനെ ക്രിസ്തുവിന്റെ ഒരു ശിഷ്യനായിട്ട് തീരാം, അതാണ് നമ്മുടെ യേശു കർത്താവ് പറഞ്ഞതുപോലെ എപ്രകാരം നമുക്ക് ദൈവവചന പ്രകാരം മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളത് നമുക്കറിയാവുന്നത് പോലെ ഒരു ബന്ധമാണ്. നമ്മുടെ ഗുരു യേശു കർത്താവാണ്. അപ്പോൾ ശിഷ്യനാണെങ്കിൽ ആ ശിഷ്യനെ ഒരു ഗുരു ഉണ്ടായിരിക്കും. ഒരു ശിഷ്യബന്ധത്തിലെ 2 പേർ എന്തായാലും ആവശ്യമാണ്. നമ്മുടെ ഗുരുവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുക എന്നുള്ള നമ്മുടെ ആഗ്രഹത്തെ യേശു കർത്താവ് നിറവേറ്റും. മാത്രമല്ല ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആ ഗുരുവിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ശിഷ്യനെ ഉണ്ടായിരിക്കുക. അപ്പോൾ ആരുടെ കീഴിലാണ് ആ അഭ്യസിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ പ്രവൃത്തികളിലൂടെ ആയിരിക്കും. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളത് ഒരു ബന്ധമാണ്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് ഷെയർ ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്തീയ ശിഷ്യത്വം എന്നത് ഒരു ബന്ധമാണ്. അത് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം, അതിനേക്കാൾ ഉപരി മറ്റ് ശിഷ്യന്മാരോടുള്ള ബന്ധം, മറ്റ് വിശ്വാസികളോടുള്ള ഒരു ബന്ധം കൂടിയാണ് ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണമെന്ന് പ്രധാനപ്പെട്ട ഒരു കൽപ്പനയായി ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ശിഷ്യനായിത്തീരുന്ന ഒരു വ്യക്തി തന്റെ ഗുരുവിനോടും അതുപോലെ തന്നെ മറ്റ് വിശ്വാസികളോടും മറ്റ് ശിഷ്യന്മാരോടും നല്ല ഒരു ബന്ധം പുലർത്തുന്ന ആളായിരിക്കും. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ അധിക സ്നേഹം ആർക്കുമില്ല എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ശിഷ്യത്വം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് പ്രകാരമാണോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മറ്റുള്ള വിശ്വാസികളോട് ശിഷ്യനോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ളത് ക്രിസ്തീയ ശിഷ്യത്വം ഒരു നല്ല ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ശിഷ്യൻ എന്നുള്ള പദം അച്ചടക്കം എന്നർത്ഥമുള്ള ഡിസിപ്ലിൻ എന്ന വാക്കിനോട് ബന്ധമുള്ളതാണ് ഡിസൈപ്പിൾ എന്നുള്ള ഇംഗ്ലീഷ് വാക്കായ ശിഷ്യൻ എന്നതിന്റെ പദം വരുന്നത്. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വം എന്ന പദത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശിഷ്യൻ എന്നതിനെ ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് മത്തേറ്റേസ് എന്ന പദമാണ്.
നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ വാക്കുകൾ. ഞാൻ പറഞ്ഞതുപോലെ ഒരു കോഴ്സായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനത്തിന്റെ ചില വാക്കുകളും പരിചയപ്പെടുന്നത് നല്ലതായിരിക്കും. വിശ്വാസത്തിലേക്ക് മാത്രമല്ല, ജീവിതത്തിലേക്കും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നവനാണ് ഒരു ശിഷ്യൻ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്റെ പ്രത്യേകത മറ്റുള്ള ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്ന് യേശുക്രിസ്തുവുമായുള്ള ഒരു ശിഷ്യന്റെ ബന്ധം എന്നുള്ളത് വളരെ വ്യത്യാസമായിരിക്കുന്നു എന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. കാരണം യേശു കർത്താവ് പറഞ്ഞു, ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, ദാസൻ യജമാനന് മീതെയുമല്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് എന്നുള്ള ആ ഗുരുവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കലുകൾ അവിടെ ഇല്ല. സ്നേഹത്താലുള്ള ഇടപെടലുകളാണ് നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജീവിത രീതി നമ്മൾ പരിചയപ്പെടുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്വന്തം ജീവനെ പോലും നമുക്ക് വേണ്ടി നൽകി തന്ന യേശു ക്രിസ്തു എന്ന ഗുരുവിന്റെ ശിഷ്യനായി തീരുക എന്നുള്ളതിൽ പരം ഭാഗ്യം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുവാനില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ ആകുന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വം. നമുക്ക് മത്തായി 10-ാം അധ്യായം അതിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. ഇതുവരെ വായിക്കാത്തവരൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. സമയം കളയണോ സിസ്റ്ററെ? മത്തായി 10-ന്റെ 25-ാം 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. ഓക്കെ, ഒരാൾ കൂടി വായിക്കാം. ബൈബിൾ എല്ലാവരും എടുത്തിട്ടാണ് ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. അവർ വീട്ടുടയവനെ ബേൽസ്പൂൽ എന്ന് വിളിച്ച്, എങ്കിൽ വീട്ടുകാരെ ഇത്രയധികം. ഇതുവരെ വായിക്കാത്തവരൊന്ന് വായിക്കാമോ? ശിഷ്യൻ ഗുരുവിന് മേധയല്ല, ദാസൻ യജമാനു മേധയുമല്ല. ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യനു മതി, യജമാനെ പോലെയാകുന്നത് ദാസനും മതി. ആ വാക്യമല്ലേ? അതെ അതെ, അതന്നെയാണ്. മത്തായി 10-ാം അധ്യായം 24-25 വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ എല്ലാവരും അത് എടുത്തു എന്ന് കരുതുകയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു എന്ന ഗുരുവിനെ പോലെ ആകുന്നതാണ് ആ ശിഷ്യനെ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒന്ന്. ആ ഗുരുവിനെ പോലെ ഈ ലോകത്തിലെ ഒരു ഗുരുവും ഉണ്ടായിട്ടില്ല. ഇത്രമാത്രം തന്റെ ശിഷ്യഗണത്തെ സ്നേഹിച്ച ഗുരു, അവർക്ക് വേണ്ടി തന്റെ ജീവനെ നൽകി കൊടുത്തവൻ. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് പരിചയപ്പെടുത്തുമ്പോൾ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഉൾപ്പെടാത്തവരെ, വീണ്ടും യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് വന്നവരെ, അവരൊക്കെയും ഈ ഗുരു ശിഷ്യ ബന്ധത്തിലെ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നവരാണ്. യേശുക്രിസ്തു എന്ന ഗുരുവിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ നിസ്തുലനായ ഗുരു എന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരു ഗുരുവിനെയും നമുക്ക് ഈ യേശുക്രിസ്തുവിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും അങ്ങനെ സമാനതകളില്ലാത്ത ഒന്നാണ്. ലോകമെങ്ങും എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് നമ്മുടെ യേശുക്രിസ്തുവിൻ്റെത്. നമുക്കറിയാം, പല രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങൾ, വിവിധ രീതിയിലുള്ള സഭാ നേതാക്കളുടെ പ്രസംഗങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ഒരു വചനമോ അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതയോ എടുത്തു പറഞ്ഞുകൊണ്ട് ആ ടോപ്പിക്കുകൾ സംസാരിക്കുന്ന നിരവധി നേതാക്കന്മാർ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന, മറ്റാരുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഗുരുവാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഈ യേശുക്രിസ്തു മാത്രമാണ് ഗുരു ആയിരിക്കുന്നത്. യേശുക്രിസ്തുവുമായുള്ള ശിഷ്യന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ ആ ഗുരുവിനെ പോലെ ആകുന്നതാണ് ആ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമുക്ക് മത്തായി 23-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. നേരത്തെ വായിക്കാത്തവർക്ക് വായിക്കാം.
കാരണം നിങ്ങൾ ബൈബിൾ എടുത്തിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനും അത് ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോവാതിരിക്കാനും ഒക്കെ നല്ലതായിരിക്കും. എന്നു പേർ എടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങൾ എല്ലാവരും സഹോദരന്മാർ. ഓക്കെ, ഭൂമിയിൽ ആരെയും മതി. ശരിയല്ലേ? 8-ാം വാക്യം മത്തായി 23:8 വായിച്ചത് കറക്റ്റ് ആണ്. നിങ്ങളോ റബ്ബി എന്ന് പേർ എടുക്കരുത്, ഒരുത്തൻ അത്രേ നിങ്ങളുടെ ഗുരു. നമ്മുടെ ലോകപ്രകാരമുള്ള ഗുരു ശിക്ഷ ബന്ധം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ഗുരു ഒരു ശിഷ്യനെ പഠിപ്പിക്കുന്നു, അടുത്തതായിട്ട് ആ ശിഷ്യൻ ഗുരുവായിട്ട് മാറുകയാണ്, പിന്നെ അടുത്ത ഒരാളെ പഠിപ്പിക്കുന്നു. പക്ഷേ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്നവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മത്തായി 23:8 വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ, നിങ്ങളോ റബ്ബി എന്ന് പേർ എടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു. നമ്മൾ യേശുക്രിസ്തു എന്ന ഗുരുവിന്റെ പ്രത്യേകത പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് നിസ്തുലനായ ഗുരു എന്നുള്ളതാണ്. കാരണം ആ ഗുരുവിനോട് കമ്പയർ ചെയ്യുവാൻ ലോകത്തിൽ ഒരു ഗുരുവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആരൊക്കെ എന്തൊക്കെ പഠിച്ച് ഏതൊക്കെ ലെവലിലേക്ക് വളർന്നാലും ഒരിക്കലും നമ്മുടെ യേശു കർത്താവ് എന്നുള്ള ആ ടീച്ചറിനെ, ആ ഗുരുവിന് തുല്യമായിട്ട് എത്തുവാനായിട്ട് സാധ്യമല്ല. അതാണ് മത്തായി 23:8 വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ റെഫറൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാലും വായിച്ചു നോക്കുവാനും ഇവിടെ പറഞ്ഞ ടേംസ് പോയിന്റ്സ് ശ്രദ്ധിക്കുവാനും സാധിക്കും. ഇതൊരു കോഴ്സായിട്ട് നടത്തുന്നത് കൊണ്ട് പരീക്ഷ എഴുതുവാനും അതിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലാത്തവർക്കും പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് അതിന്റെ പെർഫെക്ഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതായിരിക്കും. ഇനി ഈ ശിഷ്യത്വത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവവചനമാണ് ആധാരമായിട്ടുള്ളത്. ഗുരു ശിഷ്യ ബന്ധത്തിലെ യേശുക്രിസ്തു എന്ന ഗുരു ശിഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്നത് അവിടെ ദൈവവചനമാണ്, ഗോഡ്സ് വേർഡ് ആണ്. ഇൻട്രഡക്ഷൻ ക്ലാസ്സിലെ രാജൻ പാസ്റ്റർ പറഞ്ഞതുപോലെ സങ്കീർത്തനം 119:89 വാക്യം നമ്മൾ വായിക്കുമ്പോൾ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. കാരണം അത് മാറ്റുവാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. മാത്രമല്ല അത് ഇല്ലായ്മ ചെയ്യുവാനും ഇവിടത്തെ ആർക്കും സാധ്യമല്ല. അപ്പോൾ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ മാറ്റമില്ലാത്ത ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഗുരു ശിഷ്യ ബന്ധത്തെ മാറ്റുവാനും ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന പല പ്രസ്ഥാനങ്ങളും സംവിധാനങ്ങളും എല്ലാം മനുഷ്യൻ രൂപം നൽകിയിട്ടുള്ള തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതിന്റെ എല്ലാ അവസ്ഥകളും തത്വങ്ങളും നയങ്ങളും എല്ലാം കാലാനുസൃതമായി മാറ്റേണ്ടത് ആവശ്യമായിട്ട് വരും. എന്നാൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ഈ ബന്ധത്തിലേക്ക്, ഗുരുശിഷ്യ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവവചനം ബേസ് ആയിട്ട് ആ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് ഒരിക്കലും നമുക്കതിലെ മാറ്റം വരുത്തുവാനായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം സകലത്തെയും അറിയുന്ന ദൈവം. യശയ്യാപ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ പ്രസ്താവിക്കുന്നു എന്ന് അവിടെ കാണുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴുള്ളത് മാത്രമല്ല വരുവാനിരിക്കുന്നത്, കഴിഞ്ഞു പോയത് എല്ലാം അറിയുന്നവനായ ആ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മാറ്റം വരുത്തുവാനായിട്ട് ഒന്നുമില്ല. യേശുക്രിസ്തുവിന്റെ വചനം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബന്ധം നമുക്ക് ലഭിക്കുന്നത്, ശിഷ്യനായി തീരുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുമ്പോൾ ദൈവവചനമാണ് അതിന്റെ ആധാരം എന്നുള്ളതാണ് ബേസ് ആയിട്ട് വരുന്നത്. ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്ത ദൈവവചനമാണ്. കാരണം ഏത് കാലത്തിലും ഏത് മനുഷ്യന്റെ സാഹചര്യങ്ങളിലും ഈ ദൈവവചനത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, കാലിക പ്രാധാന്യമുണ്ട്. അതിനെ മാറ്റുവേണ്ട ആവശ്യമില്ല. ലോകത്തിലെ പല നിയമ സംഹിതകളും കാലാനുസൃതമായി മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും
ദൈവവചനം മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ദൈവവിളിയാണ് ഒരു ശിഷ്യന്റെ യോഗ്യത എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നരുളി ചെയ്ത യേശു കർത്താവിന്റെ ആ വിളി കേൾക്കുന്ന ഒരാൾക്കാണ് ശിഷ്യനായിട്ട് തീരുവാനുള്ള യോഗ്യത. അപ്പോൾ ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോന്നിനും ഓരോ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമാണ് അതിലേക്കുള്ള ഏതെങ്കിലും കോഴ്സുകളാണെങ്കിലും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ജോലിയിലേക്കും പ്രവേശനം ലഭിക്കുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും. എന്നാൽ ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ യോഗ്യത എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിളിയാണ്. ക്രിസ്തു തന്റെ ശിക്ഷഗണത്തിൽ ഉൾപ്പെടുത്തിയ ആളുകളെ കുറിച്ച് നമ്മൾ അവരുടെ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ജീവിതത്തിന്റെ പല നിലവാരങ്ങളിലുള്ളവരെ യേശുക്രിസ്തു തന്റെ ശിഷ്യരായി സ്വീകരിച്ചു. അതായത് ശിഷ്യർ എന്ന് പറയുമ്പോൾ നമ്മൾ 12 ശിഷ്യന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അയോഗ്യരായവരെ യേശു കർത്താവ് വിളിച്ച് യോഗ്യരാക്കി തീർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തത ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം. കാരണം ഏതൊരാളുകളും യോഗ്യരായ വ്യക്തികളെയാണ് കണ്ടെത്തിയിട്ട് ഓരോന്നിനും വേണ്ടി നിയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ യേശു കർത്താവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അയോഗ്യരായവരെ വിളിച്ച് യോഗ്യരാക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോ വ്യക്തിക്കും ആശ്വാസം നൽകുന്നതും ധൈര്യം നൽകുന്നതും പ്രത്യാശ നൽകുന്നതുമാണ്. ലോകത്തിലുള്ള പല സംഘടനകളും അയോഗ്യത കൽപ്പിച്ച് പുറത്തു നിർത്തിയിരിക്കുന്ന വ്യക്തികളെ ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ഭാഗമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് ദൈവം അനേകരെ ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. അയോഗ്യരായവരെ ഒരു മഹാദൗത്യത്തിനായിട്ട് യോഗ്യരാക്കി തീർക്കുന്ന ആ യേശുക്രിസ്തുവിന്റെ ആ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സാഹോദര്യം എന്ന മുഖമുദ്ര, അടുത്തതായിട്ട് നമുക്കൊരു പ്രത്യേകത പഠിക്കാം. നമ്മൾ നേരത്തെ വായിച്ച വചനത്തിൽ തന്നെ മത്തായി 23-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലെ നിങ്ങളോ റബ്ബി എന്ന് പേരെടുക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നവർക്കെല്ലാം അടുത്ത ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സഹോദരങ്ങളാണ്. ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാവരും സഹോദരങ്ങളാണ്. നമ്മളൊരു സംഘടനയിലേക്ക് സഭയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങൾ ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ ഓരോ വ്യക്തികൾ അവരുടെ സ്ഥാനങ്ങൾ മാറുന്നതായിട്ടും അവരുടെ പോസ്റ്റുകളെല്ലാം മാറി വരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അത് ക്രിസ്തീയ ശിഷ്യത്വത്തിൽ നോക്കുമ്പോൾ ഇത് വളരെ വ്യത്യസ്തത ഉളവാക്കുന്ന ഒന്നാണ്. കാരണം നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ, ആരും റബ്ബി എന്ന് പേരെടുക്കരുത് എന്നാണ് യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തകർക്കുവാൻ കഴിയാത്ത ബന്ധമായി ഈ ഗുരുശിക്ഷ ബന്ധം യേശു കർത്താവുമായുള്ള നമ്മുടെ ശിഷ്യത്വം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. അതുപോലെ നോക്കുമ്പോൾ ഈ ഗുരുശിക്ഷ ബന്ധത്തിനെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെയധികം അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ്, പരിധിയില്ലാത്ത സാധ്യതകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം യേശു കർത്താവ് പറഞ്ഞത് ലോകമെങ്ങുമുള്ള സകലരെയും ശിഷ്യരാക്കുക എന്നതാണ് ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ദൗത്യം. നമ്മൾ വായിച്ചതുപോലെ സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത്രയും വലിയ ഓഫർ നൽകി തരുവാനായിട്ട് ഈ ലോകത്തിലെ മറ്റൊന്നിനും സാധ്യമല്ല. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെയധികം ഓൺലൈൻ സംവിധാനങ്ങൾ, ഡിജിറ്റൽ സംവിധാനങ്ങളെല്ലാം വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും പലപ്പോഴും പല പരിമിതികളും സാധ്യതകളും ഇല്ലാതിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിളി എന്ന് പറഞ്ഞാൽ അത് എല്ലാത്തിലേക്കും എത്തിച്ചേരുന്ന ഒന്നാണ്. അവന്റെ വചനം അതിവേഗം ഓടുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ പരിധിയില്ലാത്ത സാധ്യതകളാണ് ലോകമെങ്ങുമുള്ള സകലരെ ശിഷ്യരാക്കുക എന്ന ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ ദൗത്യത്തിൽ വരുന്നത്. ക്രിസ്തുവിനെ അറിയാത്തവരെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കും നയിക്കുക എന്നതാണ് ഓരോ ക്രിസ്തു ശിഷ്യന്റെയും ഉത്തരവാദിത്വം. അതായത് സകല അവിശ്വാസികളും വിശ്വാസികളും എല്ലാം ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ സാധ്യതകളാണ്. എല്ലാവർക്കും ഇതിനുള്ള സാധ്യതകളുണ്ട്.
ഒരു സംഘടന, ഒരു സഭ എന്ന് പറഞ്ഞാൽ അവർ പല ലിമിറ്റേഷൻസ് അവിടെ വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്ന വിഭാഗക്കാർക്ക് മാത്രം പ്രവേശനം, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ വിളിയെ ലിമിറ്റ് ചെയ്യുവാനായിട്ട് ഈ ലോകത്തിലെ ആർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇന്ന സ്റ്റേജിൽ ഞാൻ ഇരിക്കുന്നു, ഉയർന്നിരിക്കുന്നു, താണിരിക്കുന്നു എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരെയും സഹോദരന്മാരായിട്ട് പരിഗണിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആ ഗുരുതുല്യഭാവം അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനായിട്ട് ഇടയാക്കണം. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യത്വത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചില പോയിന്റുകൾ നമ്മളോട് പറയുവാനായിട്ട് ഇടയായി. എന്താണ് ഗുരു ശിഷ്യ ബന്ധമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നാം ചിന്തിക്കുന്നതിലപ്പുറമായിട്ട് യേശുക്രിസ്തുവുമായുള്ള ഒരു ബന്ധത്തിലേക്ക്, ശിഷ്യത്വത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മറ്റുള്ള പല ബന്ധങ്ങളിൽ നിന്നും നമുക്ക് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. കാരണം ഈ ഗുരു തന്റെ ജീവനെ തന്നെ നൽകി തന്ന വലിയവനായ ഗുരുവാണ്. ആ ഗുരുവുമായിട്ട് കമ്പയർ ചെയ്യുവാൻ ഈ ലോകത്തിലെ മറ്റൊരു ഗുരുവിനും സാധ്യമല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വിളിക്കനുസരിച്ച് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ ഉള്ള ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അതിനായിട്ട് ഈ ദൈവവചന പഠനം, ഈ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള ആ ദൈവവിളിയെ ഏറ്റെടുക്കുവാനും ശിഷ്യരായി തീരുവാനും അനേകരെ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിനും ഇടയാക്കണം. ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് നോട്ട് ചെയ്ത പോയിന്റുകള്, അതുപോലെ ദൈവവചനങ്ങള് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ ഈ ടോപ്പിക്ക് ക്രിസ്തീയ ശിഷ്യത്വം എന്നുള്ളതും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒന്ന് തന്നെയാണ് സുവിശേഷീകരണം എന്നുള്ളതും. അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിലെ പറഞ്ഞു വന്ന കാര്യങ്ങള് ഒന്നുകൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എഴുതി വെച്ച പോയിന്റുകളും അതുപോലെ ദൈവവചനങ്ങളും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് നിങ്ങളെ എഴുതിയ നോട്ട് ഇപ്പോൾ ഈ ക്ലാസ് കേട്ടിട്ട് എത്രമാത്രം പോയിന്റ് എഴുതാൻ പറ്റി, എന്തൊക്കെ എഴുതി എന്നത് ഓരോരുത്തർക്കായിട്ട് പറയാം. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഇന്നത്തെ ടോപ്പിക്കുകൾ പറയുന്നതായിരിക്കും. ഞാൻ വായിക്കാം. എഴുതിയ പോയിന്റ്സ് ഞാൻ ഉള്ള ലിമിറ്റൻസിൽ വായിക്കാൻ. വാക്യങ്ങൾ എബ്രായർ 4:12, മത്തായി 28:19, 20. പിന്നെ മാർട്ടിസ്റ്റ് എന്ന ശിഷ്യന്റെ മറ്റൊരു പേര് പറയുന്നത്, ഗ്രീക്ക് നെയിം പറയുന്നത്. ക്രിസ്തീയ ശിഷ്യത്വം പറയുന്നത് ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അത് മറ്റു സഹോദരന്മാരായിട്ടുള്ള ബന്ധത്തെയും സൂചിപ്പിക്കുന്നത്. ഡിസിപ്ലിൻ ആൻഡ് ഡിസിപ്ലൈസ് എന്ന പദവുമായിട്ട് ഇതിന് ബന്ധമുണ്ട്, ഈ വാക്കിന് ബന്ധമുണ്ട്. പിന്നെ മത്തായി 10:24 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് യേശുക്രിസ്തു ലോകത്ത് വെച്ച് നിശ്ചലനായ ഒരു ഗുരുവാണ്. ആ ഗുരുവിനോട് താഴെപ്പെടുത്ത മറ്റൊരു ഗുരു നമുക്ക് കാണാൻ സാധിക്കുകയില്ല, ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ വായിച്ച വേദഭാഗം മത്തായി 23:8. വചനം എന്ന് പറയുമ്പോൾ അത് ബന്ധപ്പെടുത്തുന്നത് ഗുരു ശിഷ്യമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. സ്വർഗത്തിൽ എപ്പോഴും വചനം സ്ഥിരമായിരിക്കുന്നു. യേശു അയോഗ്യരായവരെ വിളിച്ച് യോഗ്യരാക്കി തീർത്തുകൊണ്ട് ഈ മഹാദൗത്യത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ള സംഘടനകളും മറ്റുള്ള പാർട്ടികളും ഒക്കെ യോഗ്യരാക്കാൻ മാത്രം മുൻപന്തി കൊണ്ടുവരുമ്പോൾ യേശു കർത്താവ് അയോഗ്യരായുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരെ അഭിഷേകം കൊടുത്തുകൊണ്ട് ഈ മഹാദൗത്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അത്രയാണ് ഞാൻ എഴുതിയ നോട്ട് പറയുന്നത്. മറ്റാർക്കും വായിക്കാം, നോട്ട് വായിക്കാം. ഞാൻ എഴുതിയതില് ഫസ്റ്റ് മുതൽ എഴുതിയത് ശിഷ്യത്വം, സുവിശേഷീകരണം. അതിൽ ശിഷ്യത്വം തന്നെ 6 ടോപ്പിക്കായിട്ട് തിരിച്ചുണ്ട്. എന്താണ് ശിഷ്യത്വം ഒന്ന്, പിന്നെ രണ്ടാമത്തെ ക്രിസ്തീയ ശിഷ്യത്വം. അതിൽ ആദ്യത്തെ എന്താണ് ശിഷ്യത്വം, എന്താണ് ക്രിസ്തീയ ശിഷ്യത്വം, അതിന്റെ അടിസ്ഥാനങ്ങള്, പുരോഗമനത്തിന്റെ ആവശ്യമായ ഘടകങ്ങള്, അതിന്റെ പ്രയോജനങ്ങള്, അതിന്റെ പ്രശ്നങ്ങളും പ്രചോദനങ്ങളും, അങ്ങനെ 6ആയിട്ട് ശിഷ്യത്വത്തിന് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ സുവിശേഷീകരണം, അത് എപ്രകാരം നമുക്ക് അറിയിക്കാം എന്നുള്ളത്. പിന്നെ ഷാജി ബ്രദർ പറഞ്ഞ പോലെ വാക്യങ്ങള്, ക്രിസ്തുവിനെ അനുഗമിക്കുക, അത് ശിഷ്യരായി കൊള്ളുക, അതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകള്.
പിന്നെ യേശുവിനോടുള്ള ബന്ധം എങ്ങനെ ശിഷ്യത്വത്തിലേക്ക് കടക്കാം, യേശു ക്രിസ്തുവിനോടുള്ള ബന്ധം, അത് ഷാജി ബ്രദർ പറഞ്ഞ കാര്യമാണ്. പിന്നെ അതിന്റെ പ്രത്യേകതകള്, ഒന്ന് ദൈവവചനം ആധാരമായിട്ടുള്ളതാണ്, പിന്നെ അയോഗ്യരെ വിളിച്ച് യോഗ്യരാക്കുന്നു, സാഹോദര്യ ബന്ധം, പരിധിയില്ലാത്ത സാധ്യതകള്, ജീവനെ തന്നെ നൽകി തന്ന ഗുരു. ഇത്രയും കാര്യങ്ങൾ ഞാൻ എഴുതിയിരിക്കണേ. ഓക്കെ, ഞാൻ അടുത്ത ആള്. ശിഷ്യത്വത്തിന്റെ പ്രശ്നങ്ങളും പ്രചോദനങ്ങളും എന്നല്ല ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ എബ്രായർ 4:12, മത്തായി 28:19, 20. പിന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളാണ് അനുയായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശിഷ്യൻ എന്ന് പറയുന്നത്. പിന്നെ യേശുവിനെ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ച ആള് പിന്നെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതാണ് ആ ഒരു കാര്യം. പിന്നെ ശിഷ്യന്മാരുടെ പേരുകൾ ക്രമമായി പറഞ്ഞു. പിന്നെ ഗുരുവിനെ പ്രതിഫലിക്കുന്ന വ്യക്തി, അതായിരിക്കും ശിഷ്യൻ. യേശുക്രിസ്തുവിനോടുള്ള ബന്ധം, അതാണ് ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്നത്. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുത്തത്. പിന്നെ സ്നേഹത്താലുള്ള ബന്ധം, അടിച്ചേൽപ്പിക്കുന്നതല്ല, അത് സ്വയം സ്നേഹത്താലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അടിമത്തത്തിന്റെ ഒരു കാര്യമല്ല അവിടെ പറയുന്നത്. മത്തായി 10:24-25 വാക്യം എഴുതിയിട്ടുണ്ട്. നിസ്തുലനായ ഗുരു അല്ലെങ്കിൽ ഉത്തമനായ ഒരു ഗുരുവാണ് യേശു. മത്തായി 23:8 വാക്യം എഴുതി. പിന്നെ ദൈവജനമാണ് നമ്മുടെ ആധാരമായിരിക്കുന്നത് എല്ലാറ്റിനും. പിന്നെ സങ്കീർത്തനം 119:89. പിന്നെ ദൈവവിളിയാണ് ശിഷ്യന്റെ യോഗ്യത. അയോഗ്യരായവരെ യോഗ്യരാക്കുന്ന ഒരു ബന്ധം, ഒരു സഹോദര ബന്ധം എന്നുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജോക്സി ചേച്ചിയും കുറച്ച് പോയിന്റ് ഒക്കെ ഒരുവിധം എഴുതിയിട്ടുണ്ട്. ലാസ്റ്റത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് പരിധിയില്ലാത്ത സാധ്യതകളാണ്, അതും കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് ജോക്സി ചേച്ചി പറഞ്ഞതില്. നീ അടുത്ത ആൾക്ക് പറയാം. ശിഷ്യത്വത്തിനെ കുറിച്ചിട്ടുള്ള ഇത് എഴുതി വെച്ചേക്കുന്നത് മാത്യു 28:19-20 വാക്യം അടിസ്ഥാനമാക്കിയിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതാണ് ശിഷ്യത്വത്തിന്റെ പ്രാധാന്യമെന്ന് പറഞ്ഞത് എഴുതി വെച്ചു. പിന്നെ മാർട്ടിസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് പഠിതാവ് അല്ലെങ്കിൽ അനുയായി എന്നർത്ഥം വരുന്ന മാർട്ടിസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞ് മനസ്സിലായി. ക്രിസ്തുവിനെ പോലെ ആകുക എന്നതാണ്. സകല ജാതികളെയും ശിഷ്യരാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശുവിൽ നിന്ന് പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും വേണമെന്ന് പറഞ്ഞ കാര്യം. ശിഷ്യത്വത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിച്ചവരാണ് ശിഷ്യര്. അവര് പ്രവർത്തികളിലൂടെ അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് കഴിയണം. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. അത് യേശുവിനോടും മറ്റു ശിഷ്യരോടും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ബന്ധമാണ് യഥാർത്ഥമായ ഒരു ബന്ധം. പിന്നെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം എന്ന വാക്കിൽ നിന്നുമാണ് ഡിസൈപ്പിൾ അല്ലെങ്കിൽ ശിഷ്യത്വം എന്ന വേർഡ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമുണ്ട്. പിന്നെ സ്നേഹത്താലുള്ള കാര്യമാണ്, അടിച്ചേൽപ്പിക്കുന്നതല്ല ഒരു യഥാർത്ഥ ഗുരു ചെയ്തത് യേശുക്രിസ്തുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അതുപോലെ മാത്യു 10:25 നിസ്തുല്യനായ ഗുരുവാണ് യേശുക്രിസ്തു. എല്ലാ മേഖലയിലും സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു എന്നുള്ളത്. മാത്യു 23:8 പ്രകാരം ദൈവവചനമാണ് അതിനടിസ്ഥാനമായിരിക്കുന്നത്. നമ്മൾ കാണിക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തെ ഒരിക്കലും മാറ്റുവാൻ കഴിയുന്നതല്ല. പിന്നെ ദൈവത്തിൻ്റെ വിളി, അതാണ് ഒരു ശിഷ്യന്റെ യോഗ്യതയായിട്ട് പറയുന്നത്. യോഗ്യതയില്ലാത്തവരെ വിളിച്ചതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. യോഗ്യരായവരല്ല, യോഗ്യരായവരെ ദൈവം വിളിച്ചു. അത് സാഹോദര്യം, ശിഷ്യന്മാരെല്ലാവരും സഹോദരന്മാരാണ്, പരസ്പരം ബന്ധമാണുള്ളത്. അതുപോലെ പരിധിയില്ലാത്ത സാധ്യതകളാണ് ശിഷ്യത്വത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. എല്ലാവരെയും, ക്രിസ്തുവിനെ അറിയാത്തവരെ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലേക്കും ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്കും കൊണ്ടുവരണം എന്നുള്ളതാണ് ഒരു അല്ലെങ്കിൽ ശിഷ്യന്റെ കടമ എന്ന് പറയുന്നത്. പിന്നെ ജീവനെ തന്നു, നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന്റെ ഒരു
ആകാനാണ് നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്നുള്ളത് കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഓക്കെ, ജെസ്സിക ചുമയ്ക്കും ഒരുവിധം പോയിന്റുകളൊക്കെ എഴുതി വെക്കാനും സാധിച്ചു. ഇനി അടുത്ത അതൊക്കെ പറയാം. ഇതൊരു ക്ലാസ് പഠിപ്പിക്കൽ രീതി ആയതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചാലാണ് നമുക്ക് കോഴ്സായിട്ട് നടത്തുന്നതിന്റെ പ്രയോജനം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു പ്രസംഗം കേട്ടു, അല്ലെങ്കിൽ ദൈവവചന കേൾവി ജസ്റ്റ് ഒന്ന് നമ്മൾ കേട്ടു, ആ സമയം അതിന് ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു എന്നായി കഴിഞ്ഞാൽ നമുക്കിതൊരു കോഴ്സായി നടത്തുന്നതിന്റെ പ്രയോജനം ലഭിക്കില്ല. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും പേര് ശ്രദ്ധിച്ചു, ഇത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുവാനും അവർക്കത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുവാനും സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ ക്ലാസ് എടുത്തത് നമുക്കറിയാവുന്ന പോലെ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നു. പക്ഷെ എത്രമാത്രം ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് നേരിട്ടുള്ള ഒരു ക്ലാസ്സിൽ കിട്ടുന്ന ആ ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇത്രയും പേര് ശ്രദ്ധിച്ചു, അവർക്ക് എഴുതുവാനും അത് മനസ്സിലാക്കുവാനും സാധിച്ചു എന്നുള്ളത് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അത് എപ്രകാരം അവരത് ഏറ്റെടുക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഓരോരുത്തരെ കൊണ്ടും വായിപ്പിച്ചത്. ഇനി ആർക്കെങ്കിലും വായിക്കാൻ സാധിക്കുമെങ്കിൽ വായിക്കാം. എനിക്ക് നല്ലവണ്ണം പിന്നെ നോട്ട് എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ റേഞ്ച് കുറവായതുകൊണ്ട് വിട്ടുവിട്ടായിരുന്നു കേൾക്കുന്നത്. ഇവിടെ ശിഷ്യത്വത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ ശിഷ്യത്വത്തിന്റെ പുരോഗതി, സുവിശേഷീകരണം, ക്രിസ്തുവിനെ അനുഗമിക്കുക, പിന്നെ ഡിസിപ്ലിൻ, പിന്നെ നിസ്തുലനായ ഗുരു, ദൈവവചനമാണ് ആഹാരം, യോഗ്യത, ദൈവവിളി, ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ശിഷ്യത്വം. ഓക്കെ, അപ്പൊ ലഭിച്ച പോയിന്റുകളൊക്കെ വായിക്കുവാനിടയായി. അപ്പൊ ഈ റേഞ്ച് പോകുന്ന പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എങ്കിലും അത് ഇങ്ങനെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോ എഴുതിയെടുത്തവർ വായിച്ചപ്പോ കേട്ടിരിക്കുമെന്ന് കരുതുന്ന പോയിന്റുകൾ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അടുത്തതായിട്ട് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിക്കാം. എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ഓരോരുത്തരുടെയും പേര് പലരെയും വ്യക്തിപരമായിട്ട് അറിയില്ല എങ്കിലും ദൈവം എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്നു. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ എപ്രകാരം ആ ദൈവത്തോടുള്ള സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മെ സൃഷ്ടിച്ച ദൈവം സകലവും അറിയുന്നു. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അത് ഈ കോഴ്സ് നടക്കുന്ന സമയത്തോ ക്ലാസ്സിന്റെ സമയത്തോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഓരോ നിമിഷങ്ങളിലും ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവവചന പഠനത്തിലൂടെ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. എപ്രകാരം നാം ഒരു ദൈവ പൈതലായി മുന്നോട്ട് പോകണം, നമ്മുടെ ഗുരുശിഷ്യ ബന്ധത്തിലേക്ക് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മെ അനുഗ്രഹിക്കാൻ മതിയായ ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ താല്പര്യങ്ങളെയും നന്നായി അറിയുന്നു എന്നതിന് ഉപരി അതെല്ലാം നൽകി തരുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ്. സങ്കീർത്തനം 37 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഈ കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ക്ലാസ് വെച്ചപ്പോൾ അതിൽ നമ്മുടെ മിനിസിസ്റ്റർ പറഞ്ഞു, ഈ ടൈം 9:45 മുതൽ 10:45 എന്ന് പറയുന്ന ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രീ ആയി ഒരുവിധം വർക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ളവരാണെങ്കിൽ അവരുടെ വർക്കുകൾ, ജോലി സ്ഥലത്തു നിന്നുള്ളവർ വന്നു ഫ്രീ ആയിരുന്ന മൊബൈലിൽ സമയം ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ അത് ദൈവവചന പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ അതിന്റെ അനുഗ്രഹങ്ങളും നന്മകളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു കോഴ്സായിട്ട് ക്ലാസ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെതായ ചില ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പലർക്കും പല പ്രായം, നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ ഒരേ പ്രായത്തിലുള്ളവരും ഒരേ ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നതെങ്കിലും നമ്മുടെ ദൈവം നമ്മെ അറിയുന്നു.
ആ ദൈവം നമ്മുടെ ആവശ്യങ്ങള് ആഗ്രഹങ്ങളെല്ലാം നൽകി തന്ന് നമ്മെ ജയോത്സവമായി നടത്തുവാൻ മതിയായ ദൈവമാണ്. അപ്പോൾ ഈ കോഴ്സിലൂടെ നിങ്ങൾ പഠിക്കുന്ന വിവിധ ടോപ്പിക്കുകൾ പല അധ്യാപകരിലൂടെ ആയിട്ട് നിങ്ങൾ പഠിക്കുന്നതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിലെ നന്മയും അനുഗ്രഹങ്ങളും കൊണ്ടുവരും. ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ കോഴ്സ് തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞതുപോലെ ബൈബിള് എപ്പോഴും കയ്യിലുണ്ടായിരിക്കുകയും ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യുവാനും മാത്രമല്ല അത് ബൈബിളത്തെ വചനം എടുത്തു വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും അനുഗ്രഹവും ലഭിക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ മാക്സിമം കഴിയുന്നത് ഇപ്പൊ ഓൺലൈൻ കോഴ്സ് ആയതുകൊണ്ട് എവിടെ വെച്ച് നമുക്ക് അറ്റൻഡ് ചെയ്യാം, വീട്ടിലിരുന്ന് മാത്രമല്ല എപ്പോഴും ആയാലും ഓൺ ആക്കിയാൽ ഇതിൽ ജോയിൻ ആയി. എന്നാൽ അതിനേക്കാൾ ഉപരി ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തീരുവാനായിട്ട് ഇടയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ യേശുക്രിസ്തു ആയിട്ടുള്ള ആ ഗുരുവുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ. നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലും ഇതിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ 6 ടോപ്പിക്കുകളാണ് ശിഷ്യത്വം എന്നതിലെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ സുവിശേഷീകരണം എന്നുള്ള ടോപ്പിക്കുകളിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതിനായിട്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് ഇവിടെ നിർത്തുന്നു. പങ്കെടുത്ത എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ.